തല്ലരുത്, കുറെ നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ക്യാപ്റ്റൻ ടീച്ചർ എഴുന്നേറ്റിട്ടുണ്ട്. പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നേരിട്ട് പോയി പറ. ദീദി എവിടെ? രാവിലെ തന്നെ നല്ല ബുക്ക് ഡൈൻ ടേബിളിലുണ്ട്. നിനക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിറങ്ങി പോരെ. പിന്നെ സിലബസ് തീർക്കണം മനുഷ്യ, പരീക്ഷ വരുന്നത്. അച്ഛനമ്മത്തിട്ടുണ്ടാവല്ലേ? അച്ഛനമ്മത്തി ഇനി എന്ത് ചെയ്യും? എന്നെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യ. അതപ്പോല്ലേ ഇതേതോ വലിയ പെണ്ണ. എന്നാ പിന്നെ അവിടെ ഡാൻസ് ടീച്ചർ ആയിരിക്കും. അതെ അതെ, ഞാൻ അറിയാത്തൊരു ഡാൻസ് ടീച്ചർ. മച്ചിൽ ഒളിച്ചാലോ? ഫയൽവാനെ സത്യം പറഞ്ഞോ, നിങ്ങൾ ഈ ഗാട്ടാ ഗുസ്തി നാട്ടു ഗുസ്തി എന്ന് പറഞ്ഞ് നാട് മുഴുവൻ തെണ്ടി നടന്നിട്ട് വല്ലയിടത്തുനിന്ന് അച്ഛനെ അന്വേഷിച്ച് വന്നാണോ? അടിച്ചു നിന്നെ പെടലിഞ്ഞ എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ? അറിഞ്ഞൂടാ, അത് തന്നെ. ആരാമേത്? ചിലപ്പോ നിന്റെ ചേച്ചിയായിരിക്കും മോളെ, അച്ഛനോട് ചോദിക്കേ. അപ്പൊ നിന്റെ ഫ്രണ്ട് അല്ലേ? എന്റെ ഫ്രണ്ടൊന്നും അല്ല. പിന്നെ ഇതാരടി? നിങ്ങൾ എവിടെ ഈ പുറകോട്ട് പോകുന്നു? നിങ്ങൾ വാങ്ങിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ നിന്നെ ഒറ്റയാലും നീ എന്നെ ഒറ്റരുത്. നീ ഏതാ കുട്ടി? വാട്ട്? ഹു ആർ യു? അതിഥി. അതിഥിയാണെന്ന് മനസ്സിലായി, പക്ഷെ ആരുടെ അതിഥി? ക്യാ? ഹിന്ദിക്കാരി. എന്താ? അത് ദാസൻകുട്ടന്റെ ഫ്രണ്ടാ. ക്യാപ്റ്റൻ വിളിക്കുന്നെങ്കിൽ പോരാ. എന്താ അച്ഛാ? ഏതാണ് ഇവള്? നിന്റെ ഫ്രണ്ടാണ്? ചോദിച്ചു കേട്ടില്ല, നിന്റെ ഫ്രണ്ടാണോ? ബാലേട്ടന്റെ ഫ്രണ്ടാ. ബാലേട്ടന്റെ ഫ്രണ്ടിനെ പറ്റി അച്ഛൻ ചോദിക്കുന്നു. എന്തേ നേരത്തെ വരാൻ വേണ്ടി വൈകി പോയേ? എന്റെ ഫ്രണ്ടാ. നിന്റെ ഫ്രണ്ടോ? നിനക്ക് എവിടുന്നാണ് വടക്കേ നീ കൂട്ടുകാരി? നീ എന്താണ് കേരളം വിട്ടു പോയത്? വാട്സാപ്പിൽ നിന്റെ ഫ്രണ്ട് നിന്നടാ ഇവിടെ വന്ന് താമസിക്കുന്നത്? നിന്റെ വീട്ടിൽ താമസിക്കാൻ സ്ഥലം? കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഫ്രൈ പെയിന്റ് കറണ്ട് ഉണ്ടെങ്കിലല്ലേ അടിക്കാൻ പറ്റുള്ളൂ. ഈ കുട്ടി പിന്നെ തലശ്ശേരി അവിടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നോ? അപ്പൊ ആ ഫ്രണ്ടിന്റെ ഫാമിലി ആയിട്ട് ദുബായിൽ വേറെ ഫ്രണ്ടിനെ കാണാൻ പോയ ട്രെയിൻ മിസ് അപ്പൊ പിന്നെ ഇവിടെ വന്ന് മാമന്റെ മാമനെ 2 ദിവസം എൻജോയ് അച്ഛാ. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാം. സുന്ദരിയല്ലേ? സ്റ്റേ ഒക്കെ കൊള്ളാം. ഇമാതിരി ബുക്കാണ് ബുക്കണതെങ്കിൽ വെച്ച് വിളമ്പാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാ. ദേ രാവിലെ ടീച്ചറിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ച ദോശ ചമ്മന്തിയാ ഇവളെടുത്ത് ബോക്കുന്നത്. അപ്പൊ ദോശയില്ലേ? ദോശ തീർന്നു, കുറച്ച് ചമ്മന്തി ഉണ്ട്, എടുക്കട്ടെ? വരുന്നില്ലേ മനുഷ്യ? വരാം. വിടടാ എന്റെ ദാസക്കുഞ്ഞിനെ. ഒരു പെണ്ണ് വന്ന് കയറി അതിന് മുമ്പ് തുടങ്ങി അടിപൊളി. എന്റെ മനസ്സിൽ ഹിന്ദിക്കാരി ഒരു ബംഗാളി ആയിരുന്നടാ. ഇത്രയും ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ലായിരുന്നോ? മേരി സംസാരി മേരി കംസോറി ബി. ഇനിയുള്ള കാര്യം मैं तीर्मानित करूंगा. हाय, आपका ये फ्रेंड बहुत डरपोक है, अपने बाप से बहुत डरता है. आप रेसलर हो क्या? हाँ, पर आपको कैसे पता चला? इसके लिए शर्लक होम्स सोडा होना पड़ेगा.